ഭഗവാൻ ഗുരുവാബയ്ക്ക് പ്രണാമം. ഞാൻ സൗമ്യ അജിത് കുമാർ, അത്താണി, തൃശ്ശൂർ. കുറേ പ്രശ്നങ്ങളോട് കൂട്ടാണ്, ഒരുപാട് സങ്കടത്തോട് കൂട്ടാണ് ഞാൻ ഭഗവാൻ ഗുരുവാബയുടെ ആശ്രമത്തിൽ 2018 ഓഗസ്റ്റിലാണ് വരാൻ തുടങ്ങിയത്. ഒരുപാട് പ്രയാസങ്ങളോട് കൂട്ടാണ് കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയിരുന്നത്. ഗുരുവായൂർ അമ്പലങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും ദേവീ ക്ഷേത്രങ്ങളിലും അങ്ങനെ കയറാത്ത അമ്പലങ്ങളില്ല പ്രശ്നമുക്തിക്ക് വേണ്ടിയിട്ട്. പക്ഷെ പരിഹാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ജ്യോത്സ്യന്മാരെ കാണലും പരിഹാരങ്ങൾ ചെയ്യലും പിന്നെ മറ്റു മതവിഭാഗത്തിൽ പെട്ടിട്ടുള്ള അവരുടെ വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ പോലും പ്രാർത്ഥിക്കലും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് സമാധാനമോ നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഒന്നും ഉണ്ടായിട്ടില്ല. ആകെ ഒരു മാനസിക സമ്മർദ്ദത്തോടുള്ള ജീവിതവും സമാധാനമായിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള ജീവിതമൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഇളയച്ചി വഴി ഞാൻ ഭഗവാൻ ഗുരുബാബനെ കുറിച്ച് അറിഞ്ഞത്, ഇവിടെ വന്നത്. ഭഗവാൻ എഴുതുന്ന പോലെ എല്ലാ ഉപവാസങ്ങളും ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. മക്കൾ ഉപവാസകരാണ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടും മക്കളുടെ വിദ്യാപരമായിട്ടുള്ള എല്ലാ ഉയർച്ചയ്ക്കും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. എല്ലാം ഭഗവാന് തന്നെയാണ്. ഇപ്പൊ എന്തൊക്കെ മാറ്റങ്ങളോ സന്തോഷങ്ങളോ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ, ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ഭഗവാൻ ഗുരുബാബയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. പിന്നെ ഭഗവാൻ ഗുരുബാബയുടെ അനുഗ്രഹം കൂടുതലായിട്ട് ചിത്രശലഭങ്ങളുടെ ആഗമനം കൊണ്ട് അറിയാൻ പറ്റാറുണ്ട്. ചെറിയ മോനെ എഴുത്തിനിരുത്താൻ തലേ ദിവസം നവമിക്ക് വന്നിട്ട് ഭഗവാൻ ഗുരുബാബ മോന്റെ മേല് ചിത്രശലഭ രൂപമായിട്ട് വന്നിരുന്ന് അനുഗ്രഹം തന്നു. അടുത്ത ദിവസം ഞങ്ങൾ വന്ന്, അന്ന് മഴയൊക്കെയുള്ള സമയമായിരുന്നു. റോഡ് ഭയങ്കര മോശമാണ്, വണ്ടിയൊന്നും എടുക്കാനേ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്നാലും ആ കുണ്ടും കുഴിയിലൂടെ എങ്ങനെ വണ്ടി എടുക്കും ചോദിച്ചാൽ, പക്ഷെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എടുത്ത് ധൈര്യമായിട്ട് എടുത്ത് നമുക്ക് ഭഗവാൻ ഗുരുബാബയുടെ അടുത്തേക്കല്ലേ പോണ്ട്, അങ്ങനെ നമുക്ക് അവിടെ എത്താമെന്ന് പറഞ്ഞു. കറക്റ്റ് ഒരു കുഴപ്പമില്ലാതെ ഭഗവാൻ സന്നിധിയിൽ എത്തിച്ചു. എഴുതിനിരുത്തുന്ന സമയത്ത് കറക്റ്റ് അവൻ ഇരിക്കണേ ഉണ്ടായിരുന്നില്ല. വല്ലാത്ത വാശിയായിരുന്നു. അങ്ങനെ ഭഗവാൻ ഗുരുബാബ അവിടെ വന്ന് നിന്നു എന്നുള്ള ഒരു അനുഭൂതി എനിക്കുണ്ടായി. അവന്റെ നാവിൽ ഇങ്ങനെ ജസ്റ്റ് ഭഗവാൻ തൊട്ടു, അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. എല്ലാം ഭഗവാൻ ഗുരുബാബയുടെ അനുഗ്രഹം മാത്രമാണ്. ഭഗവാൻ ഗുരുബാബയ്ക്ക് പ്രണാമം. ഗുരുവായൂർ ക്ഷേത്രം പടിഞ്ഞാറേ നടയിൽ നിന്ന് മമ്മിയൂർ ക്ഷേത്രം വഴി പോകുന്ന മെയിൻ റോഡരികിലാണ് പ്രത്യക്ഷ ദൈവം ഗുരുബാബയുടെ സന്നിധാനവും അന്ത്യശരണം ദക്ഷിണേശ്വര ക്ഷേത്രവും. കൂടുതലറിയാൻ സന്ധ്യയ്ക്ക് 6 മണി മുതൽ രാത്രി 10 മണി വരെ വിളിക്കാം. 9495510111.